Assalamualaikum. Hello, assalamu beautiful people. എന്താണ് വിശേഷങ്ങൾ? എല്ലാവരെയും സുഖം വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ഇൻഷാല്ലാ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ല, സേഫാണ് സോഫ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. ജസ്റ്റ് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ, എന്നാലും എനിക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ആ ഒരു പ്രചോദനം ഒക്കെ തന്നിട്ട് എനിക്ക് ആ ഒന്നും കൂടി കുറച്ചും കൂടി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റീവായിട്ട് ഇതുപോലെ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേരാണ് കുസ്ക. കിസ്കല്ല, കുസ്ക. കുസ്ക റൈസ് ആണ് പേര് കേട്ടോ, കുസ്ക റൈസ്. ഇതൊരു പുലാവല്ല, വേറെ വെറൈറ്റി ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ സാധനം എന്തൊക്കെ നോക്കാം ആദ്യം. അപ്പോൾ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു അരമണിക്കൂർ കേട്ടോ. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഒരു 5 എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ 5 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 5 സവാള. ഓക്കെ, അതുപോലെ ബസ്മതി റൈസിൻ്റെ അളവ് ഞാൻ പറയാൻ വിട്ടുപോയി. ബസ്മതി റൈസ് നമ്മൾ എടുക്കുന്നത് 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 5 പേർക്ക്. അല്ലാതെ നല്ലോണം തിന്നും, കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കാണില്ല, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു നേരം പോക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ അത്ര നന്നായി കഴിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ 2 കപ്പ് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സവാള ഒരു 5 എണ്ണം. ഓക്കെ, പിന്നെ തക്കാളി നമ്മൾ എടുത്തിരിക്കുന്നത് 3 തക്കാളി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മല്ലി പുതിന ഒരു കെട്ടങ്ങ് എടുത്തു, മല്ലിയില ഒരു കെട്ടെടുത്തു, പുതിന ഒരു അരക്കെട്ട് എടുത്താൽ മതി, അര മതിയാവും. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അളവ് വയ്ക്കുകയാണെങ്കിൽ ഒരു 2 ചെറിയ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 2 എണ്ണം, പിന്നെ ഇഞ്ചി ആവശ്യത്തിലുള്ള ഒരു കഷ്ണവും, പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എരിവ് ആവേണ്ട വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ബേ ലീഫ്, പിന്നെ പട്ട, എന്താ പറയുക കരാമ്പൂ, കാർഡമൻ, ഇതൊക്കെയാണ് വേറെ ഐറ്റംസ് എടുത്തിരിക്കുന്നത്. പിന്നെ നാരങ്ങ ഒരെണ്ണം, പിന്നെ തൈര് കേട്ടോ. തൈര് ഞാൻ എടുക്കുന്നത് 1 കപ്പ് തൈരാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾ, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഡിഷാണ്. പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് സാധനം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോവാം. ഓക്കെ, നമ്മളിവിടെ കുക്കറിന് എടുക്കുന്നത് കേട്ടോ. കുക്കറിന് ഉള്ളൊരു കുക്കർ എടുക്കാം, അതാകുമ്പോൾ വേഗം തീരും. അത് കുക്കർ ഇല്ലെങ്കിൽ ചട്ടിയാലും കുഴപ്പമില്ല, ഒന്ന് അടച്ചിടാൻ പറ്റുന്ന ടൈപ്പായിരിക്കുന്നത്, കാരണം നെയ്ച്ചോറ് പോലുള്ളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന കുക്കറാണ്, നമുക്ക് വേഗം പരിപാടി കഴിയുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കുക്കറിൽ ഒഴിക്കാൻ പോകുന്ന എണ്ണയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്ന കളർ വ്യത്യാസം കാണുന്നുള്ളത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നുണ്ട്, കാരണം ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങൾ ചിക്കൻ പൊരിച്ച എണ്ണ അല്ലെങ്കിൽ വല്ല മട്ടൻ പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ബീഫോ അങ്ങനത്തെ ഒരു ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ഫിഷ് ഒരിക്കലും ഉപയോഗിക്കരുത്, മീൻ പൊരിച്ച എണ്ണ ഉപയോഗിക്കരുത്. ഈ മീറ്റ് ഉപയോഗിച്ച എണ്ണ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടോ അതിനകത്ത്, അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതിന് കുഴപ്പമില്ല, സാധാരണ എണ്ണ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മളകത്ത് പറഞ്ഞ കരാമ്പും പിന്നെ ബേ ലീഫും ഏലക്കായും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നേരത്തെ ഇടുകയാണേ, നല്ലോണം ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കാര്യം വെച്ചിട്ടുള്ള 5 സവാള ഇടണം കേട്ടോ അതിനകത്തിട്ട്. അപ്പോൾ സവാള നല്ലോണം വഴന്ന് വരണം കേട്ടോ. അപ്പോൾ സവാള ഇടണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. കഴിയുന്നതും ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക, കാരണം നമുക്ക് സവാള അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു വഴന്ന് നല്ലൊരു എന്താ പറയുക കളറൊക്കെ മാറി ഒരു എന്താ പറയുക ഒരു ലിറ്റിൽ ബ്രൗൺ, ഭയങ്കര ബ്രൗൺ അല്ല, ചെറിയ ബ്രൗൺ ആവുന്നവരെ വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സവാളൊക്കെ നല്ലോണം വഴന്നിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നമുക്ക് അറിയാം, നമുക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപാട് ഇളക്കില്ലെങ്കിൽ സാധനം അടി പിടിച്ചു. അപ്പോൾ നല്ലോണം ഇളക്കുക, അല്ലെങ്കിൽ ഇളക്കില്ലെങ്കിൽ ഇത് അടി പിടിച്ച ഫ്ലേവർ പോകും. ഓക്കെ, ഏകദേശം സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത പരിപാടി തക്കാളി ഇടാം അതിനകത്തേക്ക്. അപ്പോൾ തക്കാളി ഞാൻ ഇടുകയാണ്, അതിനകത്തേക്ക് 3 തക്കാളിയാണ് ഇടുന്നത് കേട്ടോ. തക്കാളി നല്ലോണം വഴന്ന് ഉടഞ്ഞാൽ ആ ഫ്ലേവറിൻ്റെ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ചോറിലും വലിയ വലിയ ചങ്ക്സ് തക്കാളി ഇട്ടപ്പോൾ നല്ലോണം ഉടയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് നല്ലൊരു മസാല പരിവായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം, നമുക്ക് ഇതൊക്കെ മസാലക്ക് ഉള്ള ഉപ്പിടാം. ഇനി അടുത്തത് മഞ്ഞൾ ഇടുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾ ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇടാൻ പോകുന്നത് 3 ടീസ്പൂണാണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞു.
ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നമ്മൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഇളക്കുക. നല്ലോണം വഴറ്റിയെടുത്ത് നല്ലൊരു എന്താ പറയുക അടി പിടിക്കാണ് മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇതിനകത്തേക്ക്. നല്ല അടിപൊളി ഫ്ലേവറാണ്. നിങ്ങൾ ചിക്കൻ കറിയുടെ മസാല ടേസ്റ്റ് ഒരു വരുന്നുണ്ടല്ലോ, അതുപോലെ ഏകദേശം വരുന്നത്. പക്ഷെ ചെറിയ ട്വിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അടുത്തത് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിയും പുതിനൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഇടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 കെട്ട് മല്ലിയില എടുത്തിരിക്കുന്നു, പിന്നെ ഒരു 1/2 കെട്ട് പുതിന ഇട്ടിരിക്കുന്നത്. അപ്പൊ നല്ലോണം ഇതിപ്പോ മിക്സ് ആക്കിയിടാം കേട്ടോ. നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് അതിൽ ഇടാൻ പോകുന്നത് 1/2 കപ്പ് തൈരാണ് ഇടുന്നത്. തൈരൊക്കെ ഇട്ട് നല്ലോണം ഒന്നും ചെറുതായിട്ടൊന്ന് കുറുകി വെറ്റുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് നാരങ്ങയാണ്. ഒരു 1/2 നാരങ്ങ ഇടുന്നുള്ളൂ. പുളി വേണ്ടവരെ അത്യാവശ്യത്തിന് ഇടാം. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, മുളക് പൊടി ആയിട്ടത് 3 നമുക്ക് എരിവ് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ മുളക് പൊടി 3 ഇട്ടോളൂ. പക്ഷെ പച്ചമുളക് 5 10 എടുക്കാം. ഒരുപാട് മുളക് പൊടി ഇടുന്നത് നല്ലതല്ല. അതിന് നല്ലത് 10 പച്ചമുളക് ഇട്ടാലും മതി. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം ഇളക്കി നല്ലൊരു ഫ്ലേവർ ചെയ്ത് മസാലയൊക്കെ ഇട്ട്. പക്ഷെ അപ്പോഴാണ് മസാലപ്പൊടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടി എടുക്കാൻ ലാസ്റ്റ് ഇപ്പോൾ ഇടാൻ പാടുള്ളൂ മസാലപ്പൊടി. അതുകൊണ്ട് മസാലപ്പൊടി കൂടെ ഇട്ട് ലാസ്റ്റുള്ള ഫിനിഷിംഗ് ടച്ച് കൊടുക്കാം. മസാലപ്പൊടി ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇടുന്നത്. നിങ്ങളൊരു ഫ്ലേവർ അനുസരിച്ച് ഇടാം. അടുത്ത നെയ്യ് ഇടുന്നത് ഒരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യാണെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഒരു ഫുൾ അങ്ങനത്തെ എടുത്തിട്ട് അതൊരു 1 ടീസ്പൂൺ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ നെയ്യ് ഇട്ടാൽ. ഇപ്പൊ നെയ്യൊക്കെ ഇട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നത്, നല്ല അടിപൊളി ഫ്ലേവർ ശരിക്കും വരുന്നത്. ഇനി നമുക്ക് നല്ലോണം വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവുന്ന വരെ, അത് ഒരുപാട് വേണ്ട, ചെറിയ തിക്നെസ് വരുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റ് ആയിട്ട് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം നമ്മളെടുത്തത് 3 കപ്പ് ബസ്മതിക്ക് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് 4 കപ്പ് വെള്ളം ഇടുന്നുണ്ട്. 4 കപ്പ് വെള്ളം ഇട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിക്കൻ വേവിച്ച വെള്ളമോ അതായത് ചിക്കൻ സ്റ്റോക്കോ അല്ലെങ്കിൽ മട്ടൻ വേവിച്ച വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് നല്ല ഫ്ലേവർ വരും റൈസിന്. കാരണം ഒരു മീറ്റ് ഫ്ലേവർ നല്ലോണം ആ ഫുഡിന് കിട്ടും. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതില്ലെങ്കിൽ പ്രോബ്ലം, ഞാൻ ഉപയോഗിക്കുന്ന വെള്ളമായാലും മതി, കുഴപ്പമില്ല. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പും ചെക്ക് ചെയ്തിട്ട്, ഉപ്പ് ഞാൻ പറഞ്ഞ മസാലകൾ ഉപ്പിട്ടുണ്ട്, പക്ഷെ വെള്ളം കൂടി ചേർക്കുമ്പോൾ ഉപ്പുകളിൽ വ്യത്യാസം വരും. അപ്പോൾ ഉപ്പ് സ്വല്പം ഉപ്പ് രസം വേണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നെയ്ച്ചോറുണ്ടാക്കാൻ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് രസം വെള്ളത്തിന്, അതുപോലെ തന്നെ ഇതിലും അത്യാവശ്യം ഉപ്പ് രസം വരാൻ വേണ്ടി അത്യാവശ്യം ഉപ്പിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഉപ്പൊക്കെ ഇട്ട് സാധനം സെറ്റ് ആയിട്ടുണ്ട്. നല്ല തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ. അടുത്തൊരു അടി നമുക്ക് അരി ഇടാം. അരി ഇവിടെ വെള്ളം കുതിർത്ത അരിയാണ്. അതിപ്പോൾ നല്ലോണം ഊറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി അരിയാണ് അതിനകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി കുക്കർ അടച്ച് ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ആക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, തീ ഓഫ് ആക്കണം. അത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഇനി നേരെ വിസിലടിക്കുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയിട്ടുണ്ട്. എങ്ങോട്ട് നോക്കണ്ട, ഞാൻ എക്സൈറ്റഡ് ആണ്. ഇൻഷാ അല്ലാഹ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ, അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. കഴിച്ചോക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പ്ലേറ്റിൽ ഇട്ട സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ കളറല്ലേ, എന്താ ബ്യൂട്ടി. ഇതാണ് ഫുഡ് എന്ന് പറയുന്നത്. അത് വേറൊരു ബ്യൂട്ടി തന്നെയാണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടെക്സ്ചർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ മറ്റേ സ്റ്റോക്കോ അല്ലെങ്കിൽ മട്ടൺ സ്റ്റോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, കഴിച്ചു നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കാം. സംഭവം ഞാൻ പറഞ്ഞത് കണ്ടല്ലോ, നീ കണ്ട് ക്ലോസ് കണ്ടിട്ട് നീ ആയിരിക്കുന്നത് സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ കഴിച്ചു നോക്കി ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഉണ്ട് വായോളാണ്ട് ആക്രമണമുണ്ട്. സംഭവം രസമുണ്ട്. ഒരു ബിരിയാണി ടച്ച് വരുന്നുണ്ട്. അതായത്
എന്താ പറയുക, ഒരു ബിരിയാണി അല്ല, നല്ലൊരു 80% ബിരിയാണി ഫ്ലേവർ വരുന്നുണ്ട്. സംഭവം നൈസാണ്. ഇതിനൊപ്പം ഉണ്ടല്ല ഒരു പുതിന ചട്നിയും നല്ലൊരു പപ്പടമൊക്കെ ഇവിടെ കുഴച്ച് പിടിച്ചാൽ പൊളിക്കുന്ന സാധനം. സംഭവം നൈസാണ്, ഹെവിയാണ്. നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കണ്ട. കാരണം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി ഐറ്റംസ് കൂടുതലുണ്ട്, പക്ഷെ എന്നാലും ഒരുപാടില്ല. നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. സംഭവം നൈസാണ്. ഏകദേശം ഞാൻ പറഞ്ഞു ഒരു ബിരിയാണി ടച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പീസിലാണ്ടും ബിരിയാണി ഉണ്ടാക്കട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു മെത്തേഡിൽ ട്രൈ ചെയ്തൊക്കെ കേട്ടോ. വൈഫ് ഞങ്ങളൊരു ട്രൈ ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇത്. ഏറ്റവും സിംപ്ലസ്റ്റ് വേ. ഇത് രണ്ട് ശരിക്കും ഒത്തൻറ്റിക് ആയിട്ട് കുസ്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ല, ഗരം മസാല ഇട്ട് അതേ സ്റ്റെപ്പ് തന്നെ. പക്ഷേ ഗരം മസാല ഇല്ലാണ്ട് പകരം നെയ്യിൽ ഒരു ചെറിയ ഉള്ളിയും പിന്നെ തക്കാളിയും പിന്നെ ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് അരച്ചിട്ട് അത് സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് വേറെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടി സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഇതുപോലെ വഴറ്റി വെച്ചിട്ട് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയില്ലേ ഇതിനകത്ത് കൊട്ടും. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പാണ് അത്. അപ്പോൾ അത് കുറേ സ്റ്റൈലുണ്ട് ഒത്തൻറ്റിക്കായി പോകണമെങ്കിൽ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ചും കൂടി സിമ്പിളായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഒരു അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സ്റ്റൈലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ.